ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ തന്നെ മാവെല്ലാം അരച്ച് ദോശമാവ് നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഞാൻ എഴുന്നേറ്റ് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിന് തൊണ്ട് കളഞ്ഞ് സൈഡായിട്ട് തന്നെ ഞാൻ ചായയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് റെഡിയാക്കുമ്പോൾ തന്നെ ഓരോന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമേ ഇടുന്നുള്ളൂ. നമ്മൾ കോഫി ഹൗസിലൊക്കെ പോലെ ഈ ബീട്രൂട്ട് ഞാൻ ആഡ് ആക്കുന്നില്ല. എനിക്ക് ബീട്രൂട്ട് ഇട്ട മസാല ദോശ സ്വതവേ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രം ഇടുന്നത്. അരിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞും ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞ സവാളയുടെ പകുതി മാത്രം ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നുള്ളൂ. ബാക്കി പകുതി മാറ്റി വയ്ക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ഒന്നും ഞാൻ ഈ കുക്കറിൽ ഇതിൻ്റെ കൂടെ ആഡ് ആക്കുന്നില്ല. അതിൻ്റെ കൂടെ സൈഡായിട്ട് ചായ നല്ല രീതിക്ക് തിളച്ച് വന്നു. അപ്പം നമ്മൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് രണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കുക. നല്ല രീതിക്ക് വെന്ത് ഉടഞ്ഞ് കിട്ടാനായിട്ട് അത് കുക്കറിൽ വെച്ച് മാറ്റിയതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് കൂടെ ആഡാക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഈ ഇഞ്ചിയും പച്ചമുളകും നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം. പക്ഷേ ഈ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നമുക്കത് വേറൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ രുചിയിൽ വ്യത്യാസമുള്ളതുകൊണ്ടും ടേസ്റ്റ് ഇതിന് ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടോ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി ഒരു ബ്രൗണിഷ് കളറ്, അധികം ബ്രൗൺ ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കുറച്ച് അതിൻ്റെ വേവിച്ചപ്പോൾ ഉള്ള വെള്ളം കൂടെ ഞാൻ ആഡ് ആക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നല്ല രീതിക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ പൊട്ടാറ്റോയിൽ പിടിക്കാനും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി കൂടെ, അന്ന് ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. പിന്നെ നമ്മളിത് കുറേ നേരം വറ്റാൻ കാത്തിരിക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വറ്റിച്ച് ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ട് എടുക്കണം. പക്ഷെ ഓവറായിട്ട് ഡ്രൈ ആവാനും ഓവറായിട്ട് വെള്ളം കൂടാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള ദോശമാവ് ഞാനിവിടെ ആവശ്യത്തിന്, ഒരു ദിവസത്തേക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും മാവ് മാത്രമാണ് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടെ എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ചുമ്മാ അത് എല്ലാം കൂടെ നശിച്ചു പോകും. അപ്പം എനിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ആക്കിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പം നമ്മുടെ ദോശയുടെ മാവ് ചിലപ്പോൾ തണുപ്പായതുകൊണ്ട് നല്ല രീതിക്ക് പൊങ്ങി കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരം വെളുത്തിട്ട് ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ അടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ദോശയുടെ മാവ് ഇങ്ങനെ പൊങ്ങിക്കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി ഇറക്കി വെക്കുമ്പോൾ ആ ആവി